ഇന്ന് നമുക്ക് 2 ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സ് പഠിക്കാം. ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ്. അടുത്തത് അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ്. ആദ്യം ദാറ്റ് ഈസ് സംതിങ് ദാറ്റ്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഓ ആ ഒരു കാര്യമാണ് എനിക്കിഷ്ടപ്പെടാത്തത്, ആ ഒരു കാര്യമാണ് എനിക്ക് വല്ലാത്ത ടെൻഷൻ ആക്കുന്നത്, ആ ഒരു കാര്യമാണ് എന്നെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇത്തരം പ്രയോഗങ്ങൾ, ഇത്തരം ആശയങ്ങൾ പറയുന്നതിന് നമുക്ക് പല തരത്തിൽ പല ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്ട്രക്ചേഴ്സ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ്, ഇതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത്തരം ആശയങ്ങൾ പറയുന്നത്. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് എക്സൈറ്റ്സ് മീ എന്ന് പറഞ്ഞാൽ അതാണ് എന്നെ എക്സൈറ്റഡ് ആക്കുന്നത്, എന്നെ വല്ലാതെ ആവേശം കൊള്ളിക്കുന്നത് ഒരു കാര്യം, ഏതോ ഒരു കാര്യം. അത് ചിലപ്പോൾ ഒരു വസ്തുവാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവമാകാം. ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ടൂറ് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ അവിടുത്തെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അത്തരം കാര്യങ്ങളാണ് എന്നെ എക്സൈറ്റഡ് ആക്കുന്നത് എന്ന് പറയില്ലേ, അതാണ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് എക്സൈറ്റ്സ് മീ. അത് കാണാനാണ് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിട്ട് ഞാൻ ഇരിക്കുന്നത്, ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് അതിനാണ്. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് എക്സൈറ്റ്സ് മീ. വളരെ ഈസി ആയിട്ട് ഇത്തരം സെൻറ്റൻസുകൾ നമുക്ക് പറയാം. അതുപോലെ തന്നെ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഇറിറ്റേറ്റ്സ് മീ എന്ന് പറഞ്ഞാൽ, ഇറിറ്റേറ്റ് ചെയ്യുക മീൻസ് നമ്മളെ പ്രകോപിപ്പിക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം, പല കാര്യങ്ങളും എനിക്കിഷ്ടമാണ്, പക്ഷേ വല്ലാതെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഇറിറ്റേറ്റ്സ് മീ. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് അട്രാക്ട്സ് മീ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്, എന്നെ അവിടേക്ക് പോകാൻ ആകർഷിക്കുന്നത് ആ ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് എക്സൈറ്റ്സ് മീ, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് അട്രാക്ട്സ് മീ, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഇറിറ്റേറ്റ്സ് മീ എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഗീവ്സ് മീ ടെൻഷൻ. എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം അതാണ്. ഇപ്പോൾ കുട്ടികളെപ്പറ്റി പറയുന്നു, കുട്ടികൾ വളരെ നന്നായിട്ട് പഠിക്കുന്നു, വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒട്ടും പങ്ക്ച്വൽ അല്ല, എല്ലാം കൃത്യമായിട്ട് കറക്റ്റ് സമയത്ത് ചെയ്യില്ല. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഗീവ്സ് മീ ടെൻഷൻ. അതാണ് എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത്, ആ ഒരു കാര്യം പങ്ക്ച്വൽ അല്ല. അപ്പോൾ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഗീവ്സ് മീ ടെൻഷൻ. എനിക്ക് ടെൻഷൻ തരുന്ന കാര്യം അതാണ്. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ക്യാൻ ഡിസ്ട്രോയ് ഹിസ് കരിയർ എന്ന് പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ മീൻസ് പ്രൊഫഷനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ എല്ലാ ഗുണങ്ങളും ഉണ്ട്, പക്ഷേ ആൾ വളരെ മടിയനാണ്. എല്ലാം വളരെ നന്നായിട്ട് ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് ചെയ്യും, പക്ഷേ ആൾ ഒരു മടിയനായ ആളാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് പ്രൊഫഷനെ എഫക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ക്യാൻ ഡിസ്ട്രോയ് ഹിസ് കരിയർ. അത് ആ കരിയർ തന്നെ നശിപ്പിച്ച് കളയാൻ പറ്റും, അതാണ്. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് മേക്സ് മീ അപ്സെറ്റ്. എന്നെ അപ്സെറ്റ് ആക്കുന്നത് അതാണ്. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ബ്രേക്സ് മൈ ഹാർട്ട്. എൻ്റെ ഹാർട്ട് ബ്രേക്ക് ചെയ്ത് കളയുന്ന കാര്യം അതാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അതിൻ്റെ മീനിങ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് എന്ന പ്രയോഗം ഈസി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇനി സംഭാഷണങ്ങളിലൊക്കെ ഇത് ഉൾപ്പെടുത്തുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സ്ട്രക്ചർ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഉദാഹരണം എന്നാണ്. പക്ഷേ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് എന്ന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ വേറെ ഒരു ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫ്രണ്ട് നല്ല ഒരു ബുക്ക് വായിക്കുന്നു, അവന് അതിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നല്ലൊരു ബുക്കാണ്, നീ കൂടി ഇത് വാങ്ങൂ, ഈ ബുക്ക് വാങ്ങി ഒന്ന് വായിക്കണം എന്ന് നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നു, നമ്മളെ വല്ലാതെ ഫോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതും അല്ലെങ്കിൽ നമ്മളോട് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാറില്ലേ മറ്റുള്ളവർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവരുടെ ഓർഡർ അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം മാനിച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഐ ബോട്ട് ദാറ്റ് ബുക്ക്
അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ചാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാൻ ആ ബുക്ക് വാങ്ങിയത്. ഐ ബോട്ട് ദാറ്റ് ഗ്രാമർ ബുക്ക് അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് മൈ ഫ്രണ്ട്. അപ്പോൾ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ് ഹിസ് ഇൻസ്റ്റൻസ് എന്നും പറയാം. ഐ ബോട്ട് ദാറ്റ് ബുക്ക് അറ്റ് ഹിസ് ഇൻസ്റ്റൻസ്. ദ റാലി വാസ് ഓർഗനൈസ്ഡ് അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് എ മിനിസ്റ്റർ. ഒരു മന്ത്രിയുടെ ഓർഡർ അനുസരിച്ചിട്ടാണ് ആ റാലി ഓർഗനൈസ് ചെയ്യപ്പെട്ടത്. ദ റാലി വാസ് ഓർഗനൈസ്ഡ് അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് എ മിനിസ്റ്റർ. ഒരു മന്ത്രിയുടെ ഓർഡർ പ്രകാരമാണ്, അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ആ റാലി ഓർഗനൈസ് ചെയ്യപ്പെട്ടത്. അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് എ മിനിസ്റ്റർ. അലക്സ് സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ് അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ഹിസ് ബ്രദർ. ബ്രദർ പറഞ്ഞതിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ബ്രദർ പറഞ്ഞു അത് നിർബന്ധിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ബ്രദറിൻ്റെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ പ്രകാരമാണ് അലക്സ് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അലക്സ് സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ് അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ഹിസ് ബ്രദർ. ഐ ഗേവ് ഹിം 5,000 rupees അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാൻ അയാൾക്ക് ഒരു 5,000 rupees കൊടുത്തത്. ഐ ഗേവ് ഹിം 5,000 rupees അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഷീ ഹെൽപ്ഡ് മീ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ഹെർ മദർ. അവളുടെ മദർ പറഞ്ഞിട്ടാണ് അവൾ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഷീ ഹെൽപ്ഡ് മീ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ഹെർ മദർ. അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ഹെർ മദർ എന്ന് പറയുമ്പോൾ മദർ പറഞ്ഞതിനനുസരിച്ച്, അല്ലെങ്കിൽ മദറിൻ്റെ ആഗ്രഹപ്രകാരം. ഐ ജോയിൻഡ് ജിം അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാനൊരു ജിമ്മിൽ ജോയിൻ ചെയ്തത്. ഇപ്പോൾ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് എന്ന് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലായില്ലേ? അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് എന്നത് പലപ്പോഴും ന്യൂസ് പേപ്പറിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് എന്നതിന് പകരം അറ്റ് ഹിസ് ഇൻസ്റ്റൻസ്, അറ്റ് ഹെർ ഇൻസ്റ്റൻസ്, അറ്റ് മൈ ഇൻസ്റ്റൻസ് എന്നൊക്കെ പറയാം. അറ്റ് മൈ ഇൻസ്റ്റൻസ് ഹീ ബോട്ട് ദാറ്റ് കാർ. എൻ്റെ ആഗ്രഹപ്രകാരം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് അവരൊരു കാർ വാങ്ങിയത്. ഐ ബോട്ട് എ കാർ അറ്റ് ഹിസ് ഇൻസ്റ്റൻസ്. ഞാനൊരു കാർ വാങ്ങിയത് അവൻ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് എങ്ങനെ ഉപയോഗിക്കുമെന്ന് മനസ്സിലായല്ലോ. ഇത് ന്യൂസ് പേപ്പറിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു.